കുട്ടാവ് പടിക്കൽ വളപ്പിൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ ശബരിമല മുൻ മേൽശാന്തി തന്ത്രരത്നം ജയരാമൻ നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. അതോടൊപ്പം ക്ഷേത്ര കമ്മിറ്റിക്ക് ദീർഘകാലം നേതൃത്വം നൽകിയ ശ്രീ പുത്തൂർ ദാമോദരന് ആദരവ് ചടങ്ങും സംഘടിപ്പിച്ചു. ശ്രീ ജയരാമൻ നമ്പൂതിരിയും ശ്രീ പുത്തൂർ ദാമോദരനും മറുപടി പ്രസംഗം നടത്തി. സെക്രട്ടറി ശ്രീ എം സജീവൻ സ്വാഗതവും രജിത്ത് കെ അധ്യക്ഷതയും ട്രഷറർ ഉമേഷ് നന്ദിയും പ്രകാശിപ്പിച്ചു. വരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കും നീൻ. വാണിടുകനാരതം എന്നുടെ നാവോ നന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. വെളുത്ത വെണ്ണീറണിയുന്ന കോലം വെളിച്ചമേ കൺമതിലുണ്ടു കാംക്ഷ തളിപ്പറമ്പം പുരാനേ കുളിർക്കവേ ഞാനിത കൈതൊഴുന്നേൻ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യത്രാഹി നോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാം രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഈശ്വരസ്വരൂപികളെ, നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ സാദരം സവിനയം പ്രണമിക്കട്ടെ. ഇന്ന് പുതുവത്സര പിറ്റേന്ന്, നാളെ മുതൽ നമ്മളുടെ ഹൈന്ദവ സങ്കല്പത്തിൽ ഒരു വർഷം ആരംഭിക്കുകയാണ്. വിഷു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരമാണ്. നമ്മൾ ദിവസവും കണി കാണുക എന്നൊരു സമ്പ്രദായം ആചരിക്കുന്നവരാണ്. എല്ലാ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എന്തോ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്കും മറ്റുമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ നിമിത്തമാക്കി കണിയായി കണക്കാക്കി നമ്മൾ ഇന്നത്തെ കണി മോശമാണ്, ഇത് നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല കണി നമ്മളുടെ കയ്യാണ്. ശബരിമലയിൽ ഞങ്ങൾ ഇന്നിപ്പോൾ രാത്രിക്ക് അവിടെ കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ ഒരുക്കുക. രാത്രി ഒരു 11:30, 12:30, 1 മണി വരെ ഇതൊക്കെ എല്ലാം ഒരുക്കി വെച്ച് സക്കല്ലത്തും അവിടെ കണി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊന്ന കുറച്ച് അല്ലെങ്കിൽ ചക്ക മാങ്ങ വെള്ളരിക്കൊന്നുമല്ല. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്നവർ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ആ ശീലകത്ത് വയ്ക്കാൻ പറ്റുന്നത് മുഴുവൻ വയ്ക്കും. നാണയം ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് നല്ല അവർ പറയുന്ന സ്വർണ്ണക്കോയിൻ തരണം എന്നാണ് പറയുക. സ്വർണ്ണക്കോയിനല്ല, നല്ല സ്വർണം പോലെ വെട്ടി തിളങ്ങുന്ന 5 രൂപയുടെ 10 രൂപയുടെ നാണയം വരുന്നവർക്കൊക്കെ കൊടുക്കും. എൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഒരാൾ പോലും ഇവിടുന്ന് കിട്ടാതെ കണ്ടുവരരുത്. അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിരുന്നു. ആ പണം എത്രയോ വർഷങ്ങളായിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. ശബരിമലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോയിനാണ് എന്ന് പറഞ്ഞിട്ട് 10-25 വർഷം മുമ്പുള്ള കോയിൻ വരെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചവരുണ്ട്. അവർ വിശ്വസിക്കുകയാണ് അവരുടെ ശ്രേയസ്സിന് ആ പണം കാരണമാണ്. അത് ചിലവാക്കാതെ അവർ സൂക്ഷിക്കും. ഇതുപോലെ നമുക്കും വർഷാവർഷം ഇവിടുന്നൊക്കെ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നൊക്കെ അത്തരത്തിലൊരു നാണയം കിട്ടുക എന്നത് നമ്മളുടെയും ക്ഷയിക്കാത്ത ഒരു നിധി, ഒരു ധനം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം എന്നൊരു പ്രാർത്ഥനയോടുകൂടെ കൊടുക്കുകയും വേണം, വാങ്ങുകയും വേണം. അതുപോലെ തന്നെ ദേവിയുടെ തൃപ്പാദം കണി കാണുക. വീട്ടിൽ നിങ്ങൾ കണി ഒരുക്കി കണ്ട് അതിനുശേഷം മതി ഇവിടെ വന്ന് ദേവിയെയും കണി കാണുക. ഏതായാലും നല്ലൊരു പുതുവത്സരം എല്ലാ അർത്ഥത്തിലും
എല്ലാവർക്കും നേരുന്നു. അതുപോലെ തന്നെ ദാമോദരനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു വിഷയം, എൻ്റെ ഒരു ഗുരുനാഥൻ, ഞാൻ ഈ തച്ചുശാസ്ത്രമൊക്കെ പഠിക്കുന്നത് തേവണങ്കോട്ട് മനയിൽ നിന്നാണ്. അദ്ദേഹത്തിന് 96 വയസ്സുണ്ട് എന്നെ പഠിപ്പിക്കുന്ന സമയത്ത്. അന്നും ഈ 96 വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ദിവസവും രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു 5-6 മണി കഴിഞ്ഞാൽ എഴുന്നേറ്റ് കുളി ദേവാലയൊക്കെ കഴിയുമ്പോഴേക്കും ആരെങ്കിലും വരും, എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും ശില്പത്തിൻ്റെ നോക്കാൻ. ഇപ്പോൾ വണ്ടിയുണ്ട്, വണ്ടിയിൽ കയറും പോവും. അദ്ദേഹം ഒറ്റയ്ക്ക് വേറെ ആരും കൈ പിടിക്കാനും ഒന്നും പാടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യും. എല്ലാ കാര്യങ്ങളും അദ്ദേഹം തനിച്ച് തന്നെ ചെയ്യുക. ചിലപ്പോൾ തൃശ്ശൂർ വരെ, പാലായിൽ നിന്ന് തൃശ്ശൂർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്ററാണ്? മണിക്കൂറുകളോളം സഞ്ചരിക്കുന്ന ദൂരമാണെങ്കിലും ആ പ്രായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം വരുന്ന സമയത്ത് പിന്നെ അവരുടെ അവിടത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു പാടമുണ്ട്. ആ പാടം അങ്ങനെ കടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹം വീഴാൻ പോയപ്പോൾ ഞാൻ കൈക്ക് പിടിച്ചപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല അത് വീഴാൻ പോയതുകൊണ്ട് പിടിച്ചതല്ലേ? വീഴാൻ പോയതുകൊണ്ട് വെച്ചാൽ തന്നോട് ആരാ പിടിക്കാൻ പറഞ്ഞത്? ഞാൻ ചാവുന്നവരെ പിടിക്കുകയോ ചോദിച്ചു. ഇല്ല, എന്നാൽ പിന്നെ പിടിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം നടക്കാൻ. അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി, ജീവിതത്തിൽ ജീവിക്കുന്ന അവസാന നിമിഷം വരെ എന്നും പ്രവർത്തനത്തോടു കൂടെ, എന്നും പ്രവർത്തനരാഹിത്യം, അതായത് പ്രവർത്തിക്കാതെ കണ്ടിരിക്കുക എന്ന ഒരു മെൻറ്റാലിറ്റി അദ്ദേഹം ചിന്തിക്കുന്നേയില്ല. അതുകൊണ്ട് ദാമോദരനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷമോ 50 വർഷമോ എന്നുള്ളതൊന്നും വിഷയമല്ല. എക്കാലത്ത് ഈ അമ്പലത്തിന് മാത്രമൊന്നുമല്ല കേട്ടോ, എത്രയോ ഈ സമീപ പ്രദേശങ്ങളിലെ പല അമ്പലങ്ങളുടെയും, ഇപ്പം എനിക്ക് തോന്നുന്നത് ചെങ്ങളായി അമ്പലത്തിൻ്റെ ആൾക്കാർ വന്നതന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ക്ഷണം കൊണ്ടായിരിക്കും. ചെങ്ങളായി അമ്പലമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ എക്കാലത്ത് നമുക്ക് ആരോഗ്യം തരുന്നത് എന്താണെന്നറിയോ? ഈ പ്രകൃതിക്കൊരു നിയമമുണ്ട്. പ്രകൃതിയുടെ നിയമം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറുതെ ഇരിക്കാൻ ആഗ്രഹിച്ചാൽ പ്രകൃതി കുറേശ്ശെ നിങ്ങളുടെ ആരോഗ്യം ഇല്ലാണ്ടാക്കി കളയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ ആരോഗ്യം വേണ്ടാന്ന് വെച്ചത്. പ്രവർത്തിക്കുന്നിടത്തോളം കാലം ആരോഗ്യം തരും. ധനം നിങ്ങൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ധനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ചെലവാക്കുന്നില്ല എന്ന് വിചാരിക്കുക, വരവ് നിന്നു പോകും. ഇതാണ് പ്രകൃതിയുടെ ഒരു സ്വഭാവം. അതിന് ചെറിയൊരു ഉദാഹരണം എന്താ അറിയോ? കിണറ്റിലെ വെള്ളം, വേനൽക്കാലത്ത് കിണറ്റിലെ വെള്ളം നിറഞ്ഞു പുറത്തേക്ക് ഒഴുകുമോ? ഒഴുകൂലല്ലോ. കുളത്തിലെ വെള്ളം അങ്ങനെയാണ്. ഇപ്പം ഒരു കിണറും അടുത്ത് ഒരു കുളവും അടുത്ത്. കുളത്തിനൊരു ഓവ് വെച്ചു എന്ന് വിചാരിക്കുക, അതിൽ വെള്ളം വറ്റി ഇല്ലാണ്ടാവില്ല. ആ ഒഴുകുന്നതിനനുസരിച്ച് എവിടുന്നോ വെള്ളം ഇങ്ങനെ അതിലേക്ക് ഉറവ് വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഉറവ് വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് കിണറ്റിലെ വെള്ളം നിറയുമോ? അതെന്നറിയില്ല. കിണറ്റിലെ വെള്ളം എപ്പോഴും അത്രയും ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉറവോടെ നിൽക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആ ഉറവ് വരില്ല. ഇതുപോലെയാണ് പ്രകൃതിയും പ്രവർത്തിക്കുക എന്നാണ്. നമ്മൾ ആരോഗ്യമില്ല, ഇനി എനിക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന് കരുതി വെറുതെ ഇരുന്നാൽ പ്രകൃതിയിൽ നിങ്ങളെ ആരോഗ്യമില്ല എന്ന് സ്വയം തീരുമാനിച്ച സ്ഥിതിക്ക് യാദൃശി ശ്രദ്ധാ സിദ്ധിർഭവതി താദൃശി, അതില്ലാതെ ഉണ്ടാക്കി തീരും. അതുകൊണ്ട് ഒരിക്കലും വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈശ്വരീയമായിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ അത് ഡെപ്പോസിറ്റായിട്ടുണ്ടാവും. അവിടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റായിട്ടുണ്ടാവും. ഏതായാലും ഇത്രയധികം കാലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ സമൂഹവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ആ പ്രവർത്തനം നല്ലൊരു, കാരണം ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദരവിന് വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിചാരിച്ചിട്ടുള്ള ചിന്തയാണ്. കാരണം ശബരിമലയിൽ എത്ര മേശാന്തിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുൻപും പോയി കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ തന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹം കാണിക്കുമ്പോൾ എവിടെയോ ഒരു സുഹൃതം ചെയ്തിട്ടുണ്ടാകണം. ആ സുഹൃതം ചെയ്തത് കൊണ്ടല്ലേ, അതിലല്ലേ അഭിമാനിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത്. എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതിനർത്ഥം എവിടെയോ എനിക്ക് ദൈവാധീനമുണ്ട് എന്നാണ്. ഏതായാലും അത്തരത്തിൽ ഒരു നല്ലൊരു നന്മ
അദ്ദേഹത്തിനും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിനും ആ ശേഷകാലവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാൻ ഭഗവതിയും അദ്ദേഹം ബന്ധപ്പെടുന്ന ക്ഷേത്ര ചൈതന്യങ്ങളും ഒക്കെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നല്ലൊരു നാളെ ഉണ്ടാകുന്നതിനായിട്ട് ഒരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ആദരണീയനായ നമ്മുടെ ശബരിമല മുൻ മേൽശാന്തിയും ഈ ക്ഷേത്രത്തിൻ്റെ ശില്പിയും എല്ലാമായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജയറാം നമ്പൂതിരി അവർകളെ, ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ റീത്ത്, അതുപോലെ ഒരുപാട് കാലം പ്രസിഡൻറ്റും സെക്രട്ടറിയും പല പദവിയും വഹിച്ചിപ്പോൾ സെക്രട്ടറിയായി കഴിയുന്ന സജീവൻ, അതുപോലെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ട്രഷററായി പ്രവർത്തിക്കുന്ന ശ്രീ ഉമേഷ്, എൻ്റെ മുന്നിൽ എന്നേക്കാൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ ബഹുമാനനായ ബാലേട്ടൻ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, ഞാൻ ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമായ ചെങ്ങളായിലെ ക്ഷേത്രത്തിലെ നമ്മൾ ക്ഷണിക്കാതെ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചെങ്ങളായി ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ, അതുപോലെ കൺവീനർ, അവരുടെ കൂടെ വന്ന പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. സംക്രമദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജ, ചുറ്റുവിളക്ക്, പായസദാനം, പുലർച്ചെ 5 മണിക്ക് വിഷുക്കണി ദർശനം, വിഷുക്കൈനീട്ടം ചടങ്ങുകൾ നടത്തി.